നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരുന്ന കേരള ക്ഷേമ പെൻഷൻ 2026 3000 രൂപ വർധനവും സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പെൻഡിംഗ് എമൗണ്ട് എപ്പോൾ ലഭിക്കും, ഇനി സർക്കാർ മാറി UDF വന്നാലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, പെൻഷൻ വിതരണം മാസത്തിൽ എത്ര തവണ നടക്കും, പുതിയ അപേക്ഷകൾക്ക് അംഗീകാരം എളുപ്പത്തിൽ ലഭിക്കുമോ, കുടിശ്ശിക തുക മുഴുവൻ ലഭിക്കുമോ, ഇതൊക്കെ A to Z വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ മുഴുവനായി കാണുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സ്ഥിതിഗതികൾ വ്യക്തമായിട്ട് മനസ്സിലാകൂ. കേരളത്തിൽ സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നിരവധി വിഭാഗങ്ങളിലായി ലഭിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത വനിതാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പോലുള്ള പദ്ധതികൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് ഓരോ മാസം ഒരു ചെറിയ സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും പെൻഷൻ വിതരണത്തിനായി സർക്കാർ ചെലവഴിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന തുക ഏകദേശം 2000 രൂപയാണ്. പക്ഷെ ജനങ്ങളുടെ പ്രധാന ആവശ്യം എന്താണ്? ജീവിത ചെലവ് കൂടിയതിനാൽ 2000 രൂപ മതിയാകുന്നില്ല, കുറഞ്ഞത് 3000 രൂപ ആക്കണം. ഇപ്പോൾ പെട്രോൾ വില, മരുന്ന് വില, അരി, പച്ചക്കറി, വൈദ്യുതി, ഗ്യാസ് എല്ലാം കൂടിയ സാഹചര്യത്തിൽ മുതിർന്ന ആളുകൾക്ക് 2000 കൊണ്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനാലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് 2026 പെൻഷൻ 3000 രൂപയാകുമോ? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. സർക്കാർ നേരിട്ട് 3000 രൂപ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. പെൻഷൻ വർധന, കുടിശ്ശിക വിതരണം, സ്ത്രീകൾക്കുള്ള പുതിയ സഹായങ്ങൾ, വീട്ടമ്മമാർക്കുള്ള പ്രത്യേക സ്കീമുകൾ ഇവയെല്ലാം വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി മാറിയിരുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളിലൊന്നാണ് പെൻഷൻ വാങ്ങുന്നവർ. എന്തുകൊണ്ടാണ് പെൻഷൻ മാസങ്ങളോളം പെൻഡിംഗ് ആകുന്നത്? പലരുടെ ചോദ്യം ഇതാണ്. ഇതിലെ പ്രധാന കാരണം കേരള സർക്കാരിന് വലിയ കടബാധ്യതയുണ്ട്. റവന്യൂ വരുമാനം കുറയുമ്പോൾ പെൻഷൻ വിതരണം വൈകുന്നു. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടുകൾ, വായ്പാ പരിധി തുടങ്ങിയ വിഷയങ്ങളും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ ബാധിക്കുന്നു. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. അതുകൊണ്ട് ഓരോ മാസവും ആയിരക്കണക്കിന് കോടി രൂപ സർക്കാർ കണ്ടെത്തേണ്ടി വരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പെൻഡിംഗ് എപ്പോൾ? സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പെൻഡിംഗ് തുക എപ്പോൾ ലഭിക്കും? ഇപ്പോൾ നിരവധി ഗുണഭോക്താക്കൾ 2 മാസം 3 മാസം, ചിലർക്ക് അതിൽ കൂടുതലും കുടിശ്ശികയായി പെൻഡിംഗ് നിലയിൽ തുടരുകയാണ്. പൊതുവെ സർക്കാർ ചെയ്യുന്നത് ഫണ്ട് ലഭിക്കുന്നതിനനുസരിച്ച് ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്നതാണ്. അതായത് ആദ്യ പഴയ പെൻഡിംഗ്, ശേഷം പുതിയ മാസത്തുക, പിന്നീട് വീണ്ടും കുടിശ്ശിക. ഇങ്ങനെയാണ് പലപ്പോഴും വിതരണം നടക്കുന്നത്. ഇവയിൽ ട്രഷറി അവൈലബിലിറ്റി, സർക്കാർ സാമ്പത്തിക സ്ഥിതി, തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ, കേന്ദ്ര സഹായം, വായ്പ അനുമതി ഇവയെ ആശ്രയിച്ചായിരിക്കും വിതരണം നടക്കുക. ഇപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച ഇതാണ്. 2026 UDF സർക്കാർ പെൻഷൻ കാര്യത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും, വിതരണം ഉറപ്പാക്കും എന്നിവയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പ്രഖ്യാപനം ചെയ്യുന്നത് എളുപ്പമാണ്, എന്നാൽ നടപ്പിലാക്കാൻ വലിയ സാമ്പത്തിക ശേഷി തന്നെ വേണം. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ പതിവാണ്. ഇപ്പോൾ വീട്ടമ്മ പെൻഷൻ സംബന്ധിച്ചും വലിയ ചർച്ചയുണ്ട്. പല സ്ത്രീകളും പ്രതീക്ഷിക്കുന്നത് വീട്ടമ്മമാർക്ക് പ്രതിമാസ സഹായം വേണമെന്നാണ്. പ്രത്യേകിച്ച് വരുമാനമില്ലാത്ത സ്ത്രീകൾ, വയോധിക സ്ത്രീകൾ, ഒറ്റയ്ക്ക് കഴിയുന്നവർ, ഭർത്താവ് ഉപേക്ഷിച്ചവർ, ഇവർക്കായി പുതിയ സ്കീമുകൾ വരുമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്. പെൻഷൻ തട്ടിപ്പ് തടയാൻ സർക്കാർ ഇടയ്ക്കിടെ വെരിഫിക്കേഷൻ നടത്താറുണ്ട്. അതിൽ പരിശോധിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് സജീവമാണോ, ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ, വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ, ഇരട്ട പെൻഷൻ വാങ്ങുന്നുണ്ടോ, വരുമാന പരിധി കടന്നിട്ടുണ്ടോ. അതുകൊണ്ട് എല്ലാവരും ബാങ്ക് KYC അപ്ഡേറ്റ് ചെയ്യുക, ആധാർ ലിങ്ക് പരിശോധിക്കുക, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. ഇവ നിർബന്ധമായും ചെയ്യണം. പലർക്കും അറിയാത്തൊരു കാര്യമാണ് പെൻഡിംഗ് സ്റ്റേറ്റസ് എങ്ങനെ പരിശോധിക്കാമെന്നത്. അക്ഷയ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ സേവന പോർട്ട്, ബാങ്ക് SMS വഴി സ്റ്റാറ്റസ് പരിശോധിക്കാനായിട്ട് സാധിക്കും. പെൻഡിംഗ് കാണിച്ചാൽ ഭയപ്പെടേണ്ടതില്ല. പലപ്പോഴും ട്രഷറി പ്രോസസ്സിംഗ് ഡിലേ ആയിരിക്കും കാരണം. ഇനി 2026 പുതിയ മാറ്റങ്ങൾ വരാനിടയുള്ള മേഖലകൾ കാണാം. നേരിട്ട് ബാങ്കിലേക്ക് പണം എത്തിക്കുന്ന സംവിധാനം കൂടുതൽ ശക്തമാക്കും. OTP വെരിഫിക്കേഷൻ സംവിധാനം വരാൻ സാധ്യതയുണ്ട്. പുതിയ അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാകും. തട്ടിപ്പുകൾ കണ്ടെത്താൻ പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. ഇനി ഇതിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, പെൻഷൻ കട്ട് ഉണ്ടാകുമോന്ന്. പലരും ഭയപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. സർക്കാർ സാധാരണയായി അർഹതയില്ലാത്തവരെ ഒഴിവാക്കുന്നു. ഉദാഹരണത്തിന് ഉയർന്ന വരുമാനമുള്ളവർ, സർക്കാർ ജോലിക്കാർ, ഇരട്ട ആനുകൂല്യം വാങ്ങുന്നവർ, ഇവർക്കാണ് പരിശോധന കൂടുതൽ ശക്തമാകുക. ഇനി ഭാവിയിൽ സീനിയർ സിറ്റിസൺ സ്കീം, വുമൻ സപ്പോർട്ട് സ്കീം, ഡയറക്റ്റ് ബെനിഫിറ്റ്സ് പദ്ധതികൾ ഇവ സംസ്ഥാന പെൻഷനുമായി ബന്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കേരള സർക്കാരിന്റെ ഭാരം കുറയാനും സാധ്യതയുണ്ട്.